വിജയുടെ സത്യപ്രതിജ്ഞയുടെ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിൽ ആരെങ്കിലും വിജയുടെ ഭാര്യ സംഗീതയെയും മക്കളെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ഈ ദിവസമായിരിക്കാം ആ അമ്മയ്ക്കും മക്കൾക്കും ഏറ്റവും അധികം അവഗണനയും ഒറ്റപ്പെടലും തോന്നിയിട്ടുണ്ടാവുക. ഒരു ജീവിത പങ്കാളി എന്ന നിലയിലും ഒരച്ഛൻ എന്ന നിലയിലും വിജയ് കാണിച്ച നീതികേടുകൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോൾ തങ്ങൾ ജീവിക്കുന്ന നാടും ജനതയും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. എന്നാൽ ആ നീതികേടുകൾക്കെതിരെ കണ്ണടച്ചുകൊണ്ട് ജീവിതത്തിൽ യാതൊരു ധാർമ്മികതയും പുലർത്താത്ത സിനിമയിലെ മാസ് നായകനെ മുഖ്യമന്ത്രിയായി വാഴിക്കുകയാണ് ആ ജനത ചെയ്തത്. ഭാര്യയും മക്കളും ഏതോ കാണാമറയത്ത് വിസ്മരിക്കപ്പെട്ടപ്പോൾ ഇന്ന് മുൻനിരയിൽ തന്നെ ഇരുന്ന് ശ്രദ്ധാകേന്ദ്രമായത് അയാളുടെ ചിഹ്നവീടായ നടിയും. തമിഴ് ജനതയോട് പുച്ഛം തോന്നുന്നു. സിനിമാ താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും രക്ഷകനാകുമെന്ന മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ. 25 വർഷത്തിലേറെ തൻ്റെ കൂടെ ജീവിച്ച ഭാര്യയെയും താൻ ജനിപ്പിച്ച മക്കളെയും കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ഒരു വ്യക്തി തന്നെ വിജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിയ പൊട്ടന്മാരോട് എന്ത് നീതി കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇയാൾ നടത്തിയ രാഷ്ട്രീയ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആരാധകരായ ജനങ്ങൾ കൂട്ടത്തോടെ മരിച്ചു വീണപ്പോൾ അവിടെ നിന്നും വിദഗ്ധമായി മാറിയ മഹാനാണ്. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നും ആർക്കും ഓർമ്മയില്ലെന്ന് മാത്രം. അന്ന് വിമർശിച്ചവരും ഇന്ന് സ്തുതി പാടുന്ന തിരക്കിലാണല്ലോ. എന്ത് ധാർമ്മികതയാണ് തമിഴ് ജനത ഇയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ലോകം ഇന്നും നാളെയും ഒന്നും അവസാനിക്കില്ലല്ലോ. കാലത്തിന്റെ കാവ്യനീതി എന്നൊന്നുണ്ട്. സംഗീതയും മക്കളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കും വേദനയ്ക്കും ഒരിക്കൽ ആ കാവ്യനീതി കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അമ്മയെ ഉപേക്ഷിച്ച് കാമുകിയുടെ കൂടെ പോയ അച്ഛന്റെ പേര് സ്വന്തം പേരിൽ നിന്നും മുറിച്ചു മാറ്റി പകരം അമ്മയുടെ പേര് ചേർത്ത് വെച്ച സംഗീതയുടെ അഭിമാനമായ ആ മകനുണ്ടല്ലോ, അവനോളം മാസല്ല ഒരു താര മുഖ്യമന്ത്രി.